Hi, my name is Anjali Rajan, working as a psychologist in Blossom Valley Early Intervention Center. ഞാനിവിടെ കൈകാര്യം ചെയ്യുന്നത് ബിഹേവിയറൽ തെറാപ്പിയാണ്. നമ്മുടെ സെൻറ്ററിൽ വരുന്ന ഒരുപാട് പേരൻസിൻ്റെ സംശയമാണ് എന്താണ് ബിഹേവിയറൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പിയിലൂടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബിഹേവിയറൽ തെറാപ്പിയെ പറ്റി നോക്കാം. എന്താണ് ബിഹേവിയർ? ബിഹേവിയർ ഈസ് എനിത്തിങ് ദാറ്റ് വി ക്യാൻ സീ, നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാവുന്ന എന്തിനേയും നമുക്ക് ബിഹേവിയർ ആയിട്ട് കാണാം. ലൈക്ക് ഗ്രീറ്റിങ്സ്, നമ്മൾ കുട്ടികൾ ഹായ് പറയുക, ഹലോ പറയുക, ഗുഡ് മോർണിംഗ് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ നമുക്കൊരു ബിഹേവിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ബിഹേവിയറൽ തെറാപ്പി? ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് മോസ്റ്റ് ഡിസൈറബിൾ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്ത് വരുന്നതിനെയാണ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബിഹേവിയറുകൾക്ക് എല്ലാത്തിനും ഒരു ഫങ്ഷൻ ഉണ്ടാവും. നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് ആ ബിഹേവിയർ കാണിക്കുന്നതിലൂടെ കുട്ടിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവും. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ബിഹേവിയർ കാണിക്കുന്നതിലൂടെ കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുക, അല്ലെങ്കിൽ അവൻ്റെ നീഡ്സ് എന്താണോ അത് സാധിച്ച് കിട്ടുക, ആ രീതിയിൽ ഇത്തരം ബിഹേവിയർ മുന്നോട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് കുട്ടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ബിഹേവിയർ, ഒരു പ്രോബ്ലമാറ്റിക് ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യതയാണ്. പണിഷ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് നേട്ടങ്ങളിലും അല്ലെങ്കിൽ കോൺസിക്വൻസസിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ സെൻറ്ററിൽ കൂടുതൽ ബിഹേവിയറൽ തെറാപ്പിയിൽ വരുന്ന കുട്ടികൾ ഹാമിങ് ബിഹേവിയറുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ബിഹേവിയറുള്ള കുട്ടികൾ, ഹിറ്റിംഗ് ബിഹേവിയറുള്ള കുട്ടികൾ, കൂടുതലായിട്ട് സംസാരിക്കുന്നത്, എക്സസീവ് ടോക്കിംഗ്, എക്സസീവ് ക്രൈയിങ്, അറ്റൻഷൻ നിൽക്കുന്നില്ല, ടെമ്പർ ടാൻട്രംസ് കാണിക്കുക, ഇത്തരത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും വരിക. പേടി, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, ഇത്തരത്തിലുള്ള കേസസും നമുക്കിവിടെ വരാറുണ്ട്. ഇതിൽ നമ്മൾ സ്കിൽ ട്രെയിനിങ് പോകുന്നുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് സ്കില്ലായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് പോകുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറും, നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റും, ഈ രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. കോഗ്നിറ്റീവ് സ്കിൽസ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. റീസണിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിങ്, ഇതുപോലുള്ള സ്കിൽസ് നമ്മൾ ട്രെയിനിങ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇമോഷൻസിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എങ്ങനെ നമുക്ക് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എവിടെയാണ് നമ്മൾ ഇമോഷൻസ്, ആങ്കർ ആണെങ്കിൽ, ഹാപ്പിനെസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ബൈ പ്രാക്ടീസിങ് പ്ലേസ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ചലഞ്ചസ് കൊടുത്തിട്ടായിരിക്കും. ആ രീതിയിലെല്ലാം നമുക്ക് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് റീപ്ലേസ് ചെയ്യാനും പറ്റും.